സാർ ഈ എക്സ്റേയിൽ കുഴപ്പമില്ല, പിന്നെ എന്താ നടുവേദന മാറാത്ത? ഒ പിയിലിരിക്കുമ്പോൾ സ്ഥിരം പേഷ്യൻസ് വരും, ഇപ്പോൾ നിങ്ങൾ സ്പൈൻ സർജനാണ് അല്ലെങ്കിൽ സ്പൈൻ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആൾക്കാർ ചെയ്യും, സാർ എനിക്ക് നടുവേദനയായി, ഇവിടെ ചെന്നപ്പോൾ എക്സ്റേ എടുത്തു, അപ്പോൾ ഈ എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും, സാർ ഈ എക്സ്റേയിൽ കുഴപ്പമില്ല, പിന്നെ എന്താ നടുവേദന മാറാത്ത? അപ്പോൾ വോട്ട് വുഡ് യു, അപ്പോൾ അതിൽ നമ്മൾ നിർത്തണോ അതോ വുഡ് യു അഡ്വൈസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് MRI ഓ CT ഓ, ആൻഡ് ഹൗ ഇസ് ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രം ആൻ എക്സ്റേ? സോ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ എക്സ്റേ എടുക്കാൻ പറയുമ്പോഴും ചില പേഷ്യൻസിന് മടിയാണ്. ഒരാഴ്ചത്തെ പെയിനല്ലേ ഉള്ളൂ, എക്സ്റേ ഒക്കെ വേണോ, മരുന്ന് കഴിച്ച് നോക്കിയിട്ട് പോരെ എന്നുള്ളത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷേ നമുക്കിപ്പോൾ സ്പൈനിൽ ശരിക്കും കുറച്ച് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിർബന്ധമായിട്ട് എക്സ്റേ എടുക്കേണ്ടുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ അതിലൊരു 16 വയസ്സിനോ അല്ലെങ്കിൽ 50 വയസ്സിനോ മുകളിലുള്ള ഒരാൾക്ക് ബാക്ക് പെയിൻ വന്നാൽ അത് നോർമൽ ബാക്ക് പെയിൻ അല്ല എന്നാണ് പറയുന്നത്. കാരണം കോമൺലി ഒരു വർക്കിംഗ് പോപ്പുലേഷൻ ഒരു 20s to 50s ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ വരുന്ന ചെറിയ തേയ്മാനത്തിൻ്റെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഏജ്. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പ് വിട്ടിട്ടുള്ള ഒരുപാട് യങ്ങർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ ബെറ്റർ ഒരു പെയിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സ്റേസ് എങ്കിലും നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ടു റൂൾ ഔട്ട് അതർ കണ്ടീഷൻസ്. നമ്മൾ ചിലപ്പോൾ ഭയപ്പെടുന്ന മറ്റു അസുഖങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത രോഗങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ഫേസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. സോ അത് എക്സ്റേനെ സംബന്ധിച്ച ബട്ട് നൗഡേയ്സ് എനിക്ക് എക്സ്റേ എടുക്കാൻ അങ്ങനെ ആൾക്കാർക്ക് വലിയ മടിയില്ലാന്ന് തോന്നുന്നു. എക്സ്റേസ് ഒരു നോർമൽ ഇപ്പോൾ ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ പോലെ അതുപോലെ തന്നെ ആയിട്ടുണ്ട്, വിച്ച് ഈസ് ഓക്കെ. ആക്ച്വലി ബേസിക് ഡോക്യുമെന്റേഷൻ തന്നെയാണ്. MRIയിലേക്കും CTയിലേക്കും കടക്കുമ്പോൾ ഉള്ളത് എന്ന് പറയുന്നത്, MRI നമ്മൾ ശാസ്ത്രീയമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ MRIയിൽ സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് നന്നായിട്ട് കാണുമെന്നാണല്ലോ പറയാം. അപ്പോൾ ബോണി അലൈൻമെൻറ്റും കാര്യങ്ങളും എക്സ്റേസിൽ ഇപ്പോൾ സ്ലിപ്പ് എന്നൊക്കെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ലിസ്തസിസ് അല്ലെങ്കിൽ L4-5 ഒരു എല്ലിൻ്റെ മുകളിൽ തെന്നിയിരിക്കുന്നു എന്നൊക്കെ പറയാം. അത്തരം കാര്യങ്ങൾ മാത്രമേ എക്സ്റേയിൽ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റിയ ഒരാൾക്ക് ഒരു ശരിക്കും ഒരു കംപ്ലീറ്റ് ഫ്രാക്ചർ ഉണ്ടെങ്കിലും അത് എക്സ്റേയിൽ കാണാൻ പറ്റും. പക്ഷേ ആ ഫ്രാക്ചറിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു എഡിമ പോലത്തെ ഒരു നീർക്കെട്ട് പോലത്തെ ഒരു അവസ്ഥയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡിസ്ക് ബൾജസ് ആയിട്ടുള്ളതാണ് ഈ ബാക്ക് പെയിൻ്റെ കോമണസ്റ്റ് കോസസ്. അതിൻ്റെ ഈ പറയുന്ന ബൾജ് കൃത്യമായിട്ട് കാണണം, അത് ഞരമ്പുകൾ പോകുന്ന വഴിയിൽ ഒരു കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് MRIക്ക് തന്നെ തരാൻ സാധിക്കുള്ളൂ.